നമസ്കാരം. JP ടോക്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഇവിടെ ഇന്ത്യയിൽ നമ്മുടെ ഗോദി മീഡിയ ചാനലുകൾ 24 മണിക്കൂറും മോദിയുടെ കാല് നക്കുകയാണെന്ന് നമുക്കറിയാം. നമ്മുടെ പ്രധാനമന്ത്രി കസേരയിലിരിക്കുന്ന മോദിയുടെ അമാനുഷിക ശേഷികളെക്കുറിച്ചും ലോകം മുഴുവൻ അദ്ദേഹത്തിന്റെ കാൽക്കൽ വീണ് വണങ്ങുകയാണെന്നുമുള്ള നാണംകെട്ട തളലുകൾ വെച്ച് കാച്ചുകയാണ് അവർ. 56 ഇഞ്ച് നെഞ്ചളവും തോൽവി അറിയാത്ത വിശ്വഗുരു പ്രതിച്ഛായയും തുന്നിച്ചേർത്ത് അവർ നിർമ്മിച്ചു വച്ചിരിക്കുന്ന ആ മോദിബിംബം കണ്ട് ഇവിടുത്തെ മന്ദഭക്തന്മാരെ കോൾമേർ കൊള്ളിക്കാൻ അവർക്ക് സാധിക്കും. പക്ഷെ സത്യം എന്താണ്? ഇന്ത്യയിലെ ജൻസി ചെറുപ്പക്കാർ വെറുമൊരു ട്രോളിൽ നിന്ന് തുടങ്ങി രാജ്യത്തുടനീളം വളർത്തിയെടുത്ത കോക്രോച്ച് ജനതാ പാർട്ടി അഥവാ CJP എന്ന യുവജന പ്രക്ഷോഭത്തിന് മുന്നിൽ ഭരണം നടത്തുന്ന മോദി സർക്കാർ അക്ഷരാർത്ഥത്തിൽ മുട്ടുമടക്കി കീഴടങ്ങിയിരിക്കുന്നു. പരീക്ഷാ പേപ്പർ ചോർച്ചയ്ക്കും തൊഴിലില്ലായ്മയ്ക്കുമെതിരെ സമരം ചെയ്ത വിദ്യാർത്ഥികളുടെ കടുത്ത സമ്മർദ്ദത്തിന് വഴങ്ങി കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാന് രാജിവെക്കേണ്ടി വന്നു. നമ്മുടെ നാട്ടിലെ ഗോദി മീഡിയ ഇതെല്ലാം മോദിയുടെ വലിയ മാസ്റ്റർ സ്ട്രോക്കായി ചിത്രീകരിക്കാൻ നെട്ടോട്ടമോടുമ്പോൾ ലോകത്തിലെ ഏറ്റവും പ്രമുഖ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ എങ്ങനെയാണ് ഈ വിഷയത്തെ നോക്കിക്കണ്ടത് എന്ന് അറിയണ്ടേ? വിദ്യാഭ്യാസ യോഗ്യതയെക്കുറിച്ച് എന്നും ചോദ്യങ്ങൾ നേരിടുന്ന അഹങ്കാരം മാത്രം കൈമുതലായുള്ള ഒരു ഭരണാധികാരിയുടെ പൊള്ളത്തരം ലോകത്തിന് മുന്നിൽ എങ്ങനെയാണ് വിദേശ മാധ്യമങ്ങൾ വ്യക്തമായി തുറന്നു കാണിച്ചത് എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ആദ്യം തന്നെ പ്രശസ്ത അന്താരാഷ്ട്ര സാമ്പത്തിക മാധ്യമമായ ഫൈനാൻഷ്യൽ ടൈംസ് റിപ്പോർട്ട് ചെയ്ത ആ 8ന്റെ പണിയിൽ നിന്ന് തന്നെ തുടങ്ങാം. ബ്രിട്ടനിലെ ലണ്ടനിൽ നിന്ന് പ്രസിദ്ധീകരിക്കുന്ന ആഗോള സാമ്പത്തിക രംഗത്തെ ഏറ്റവും പ്രമുഖ അന്താരാഷ്ട്ര ദിനപത്രമാണ് ഫൈനാൻഷ്യൽ ടൈംസ്. ആഗോള വിപണിയിൽ വൻ സ്വാധീനമുള്ള ഈ പത്രം നൽകിയ തലക്കെട്ട് എന്താണെന്ന് അറിയാമോ? ഇന്ത്യയിലെ ജൻസി പ്രതിഷേധക്കാർ നരേന്ദ്രമോദിയുടെ തോൽപ്പിക്കാനാവില്ലെന്ന അഹങ്കാര പ്രതിച്ഛായയുടെ കാറ്റഴിച്ചുവിട്ടു എന്നാണ് അവർ എഴുതിയത്. രാജ്യത്തെ മുസ്ലിങ്ങളെ മോദി പഞ്ചറൊട്ടിക്കുന്നു എന്ന് വിളിച്ചപ്പോൾ മോദിയുടെ അഹങ്കാരത്തെ പഞ്ചറാക്കി എന്നാണ് അവർ തുറന്ന് റിപ്പോർട്ട് ചെയ്തത്. അതെ, അജയ്യൻ എന്ന് സ്വയം അവകാശപ്പെട്ടിരുന്ന മോദിയുടെ ആ പൊള്ളയായ ബലൂൺ ഇന്ത്യയിലെ ചെറുപ്പക്കാർ കുത്തിപ്പൊട്ടിച്ചു എന്ന് ഫൈനാൻഷ്യൽ ടൈംസ് ലോകത്തോട് വിളിച്ചു പറഞ്ഞു. അടുത്തത് ലണ്ടനിൽ നിന്നുള്ള ലോക പ്രശസ്ത വാരികയായ ദ എക്കോണമിസ്റ്റ്. ആഗോളതലത്തിൽ രാഷ്ട്രീയ സാമ്പത്തിക വിശകലനങ്ങൾക്ക് ഏറ്റവും പേരുകേട്ട മാധ്യമമാണിത്. അവർ എഴുതിയത് ഇതാണ്: ഇത് മോദി നേരിട്ട അപൂർവമായ തോൽവിയാണ്. ഒരു കൂട്ടം യുവജനങ്ങളുടെ പ്രസ്ഥാനം അദ്ദേഹത്തെ പാഠം പഠിപ്പിച്ചിരിക്കുന്നു. അതെ, ഒരു ജനകീയ പ്രക്ഷോഭത്തിന് മുന്നിൽ മോദി സർക്കാരിന് കട്ടയും പടവും മടക്കേണ്ടി വന്നു എന്ന് ഇക്കോണമിസ്റ്റ് തുറന്നടിച്ചു. ഇനി അമേരിക്കയിലെ ഏറ്റവും വിശ്വസനീയവും പ്രശസ്തവുമായ ദിനപത്രമായ ദ ന്യൂയോർക്ക് ടൈംസ് റിപ്പോർട്ട് ചെയ്തത് കാണാം. മോദി സർക്കാരിന്റെ ഭരണപരാജയം അവർ കൃത്യമായി വരച്ചു കാട്ടുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് വലിയ വെല്ലുവിളി ഉയർത്തിയ വിദ്യാർത്ഥി പ്രസ്ഥാനത്തിന് മുന്നിൽ തോൽവി സമ്മതിച്ച് ഇന്ത്യയുടെ വിദ്യാഭ്യാസ മന്ത്രി രാജിവെച്ചു എന്നാണ് ന്യൂയോർക്ക് ടൈംസ് റിപ്പോർട്ട് ചെയ്തത്. പരീക്ഷാ ക്രമക്കേടുകൾ മറച്ചുവെക്കാൻ ശ്രമിച്ച കേന്ദ്ര ഭരണാധികാരികൾക്ക് വിദ്യാർത്ഥി ശക്തികൾക്ക് മുന്നിൽ തലകുനിക്കേണ്ടി വന്നു എന്ന് അവർ വ്യക്തമാക്കി. ലോകത്തിലെ ഏറ്റവും വലിയ ആഗോള വാർത്താ ശൃംഖലയായ ബ്രിട്ടനിലെ BBC ന്യൂസ് എഴുതിയത് വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെച്ചതിനെ തുടർന്ന് ഇന്ത്യയിലെ കോക്രോച്ച് സമരം അവസാനിപ്പിച്ചു എന്നാണ്. ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികളുടെ ഭാവി വെച്ച് കളിച്ച മോദി ഭരണകൂടത്തിന് ജനകീയ യുവജന കൂട്ടായ്മ കൊടുത്ത ശക്തമായ തിരിച്ചടിയായാണ് BBC ഇതിനെ വിശേഷിപ്പിച്ചത്. അമേരിക്കയിലെ മുൻനിര അന്താരാഷ്ട്ര വാർത്താ ചാനലായ CNN വേൾഡ് പങ്കുവച്ച റിപ്പോർട്ടിൽ പറയുന്നത് ചോദ്യപേപ്പർ ചോർച്ചയ്ക്കെതിരായ ജൻസി പ്രക്ഷോഭത്തിന് മുൻപിൽ ഇന്ത്യൻ വിദ്യാഭ്യാസ മന്ത്രി രാജിവെച്ചു എന്നാണ്. BJP സർക്കാരിന്റെ അഹങ്കാരത്തിനും ഏകാധിപത്യ പ്രവണതയ്ക്കുമേറ്റ വൻ പ്രഹരമായാണ് CNN ഈ സംഭവത്തെ ലോകത്തിന് മുന്നിൽ കാണിച്ചത്. ഖത്തർ അധിഷ്ഠിതമായ മധ്യപൂർവേഷ്യയിലെ പ്രമുഖ മാധ്യമമായ അൽ ജസീറ ഇംഗ്ലീഷ് റിപ്പോർട്ട് ചെയ്തത് കോക്രോച്ച് ജനതാ പാർട്ടി നയിച്ച 36 ദിവസം നീണ്ട തുടർച്ചയായ പ്രതിഷേധങ്ങൾക്കൊടുവിൽ ഇന്ത്യയുടെ വിദ്യാഭ്യാസ മന്ത്രി രാജിവെച്ചു എന്നാണ്. ഒരു സോഷ്യൽ മീഡിയ സർക്കാസമായി തുടങ്ങി രാജ്യവ്യാപക പ്രക്ഷോഭമായി മാറിയ ഈ സമരം
മോദി സർക്കാരിന്റെ എല്ലാ കണക്കുകൂട്ടലുകളും തെറ്റിച്ചു എന്ന് അൽ ജസീറ അടിവരയിടുന്നു. അതുപോലെ അമേരിക്കൻ മാധ്യമങ്ങളായ ABC ന്യൂസും NPRും ഈ വാർത്ത വലിയ പ്രാധാന്യത്തോടെ നൽകി. കോക്രോച്ചുകൾ വിജയിച്ചു, മന്ത്രി രാജിവെച്ചതോടെ ഇന്ത്യയിലെ യുവജന സമര നേതാക്കൾ വിജയം പ്രഖ്യാപിച്ചു എന്നാണ് NBC ന്യൂസ് നൽകിയ തലക്കെട്ട്. NPR ചോദിക്കുന്നത്, ഇന്ത്യയിലെ കോക്രോച്ച് പ്രസ്ഥാനം മന്ത്രിയെ പുറത്താക്കി, പക്ഷേ ഇനി യുവാക്കളുടെ രോക്ഷം തണുപ്പിക്കാൻ മോദിക്ക് കഴിയുമോ എന്നാണ്. ഇതിനു പുറമെ ബ്രിട്ടനിലെ ദ ഗാർഡിയൻ പത്രവും ജർമ്മനിയിലെ അന്താരാഷ്ട്ര മാധ്യമമായ DW ന്യൂസും സമാനമായ രീതിയിൽ മോദി സർക്കാരിന്റെ തോൽവിയെയും വിദ്യാർത്ഥികളുടെ ചരിത്രപരമായ വിജയത്തെയും കുറിച്ച് വിശദമായി റിപ്പോർട്ട് ചെയ്തു. ഇനി ഏറ്റവും രസകരമായ കാര്യം എന്താണെന്ന് വെച്ചാൽ, ലോകത്തിലെ ഏറ്റവും പ്രമുഖ വാർത്താ ഏജൻസിയായ റോയിറ്റേഴ്സ് നമ്മുടെ നാണംകെട്ട ഇന്ത്യൻ മാധ്യമങ്ങളെയും ഗോദി മീഡിയ റിപ്പോർട്ടർമാരെയും എങ്ങനെയാണ് പരിഹസിച്ചത് എന്നാണ്. ലാപ്ഡോഗ് മീഡിയ അഥവാ യജമാനന്റെ കാലിൽ കിടക്കുന്ന കാല് നക്കുന്ന മാധ്യമങ്ങൾ എന്നാണ് റോയിറ്റേഴ്സ് നമ്മുടെ ഗോദി മീഡിയകളെ പരസ്യമായി വിശേഷിപ്പിച്ചത്. സമരസ്ഥലത്ത് എന്ന് സർക്കാരിന് വേണ്ടി കള്ളം പറയാൻ നോക്കിയ ചില മാധ്യമപ്രവർത്തകർക്ക് യുവജനങ്ങളുടെ പ്രതിഷേധവും രോക്ഷവും നേരിടേണ്ടി വന്നു എന്ന് റോയിറ്റേഴ്സ് കൃത്യമായി ലോകത്തോട് റിപ്പോർട്ട് ചെയ്തു. ജനങ്ങളുടെ പക്ഷത്ത് നിൽക്കാതെ അധികാരികളുടെ ഷൂനക്കികളായി മാറിയ ഇവിടുത്തെ ചാനലുകൾക്ക് കിട്ടിയ ഏറ്റവും വലിയ അടികൂടിയാണിത്. ഇന്ത്യയിലെ പ്രതിപക്ഷത്തെയും ന്യൂനപക്ഷങ്ങളെയും പാവപ്പെട്ട ജനങ്ങളെയും അധികാരത്തിന്റെ ഹുങ്ക ഉപയോഗിച്ച് ഇതുവരെ അടിച്ചമർത്തിയ മോദിക്കും കൂട്ടർക്കും ഡിജിറ്റൽ യുഗത്തിലെ ഈ മീം വിപ്ലവത്തെ ഭയപ്പെടുത്താൻ കഴിഞ്ഞില്ല. ജനങ്ങളുടെ ചോദ്യങ്ങളെ ഭയക്കുന്ന ഏത് ഏകാധിപതിക്കും ഒടുവിൽ വരുന്നത് ഇതേ ദയനീയ പതനമായിരിക്കും. സുഹൃത്തുക്കളെ, കാണുന്നുണ്ടോ ഈ വ്യത്യാസം? ഇന്ത്യയിലെ നാണംകെട്ട ഗോദി മീഡിയകൾ എപ്പോഴും മോദിയെ രക്ഷിക്കാനും സർക്കാരിന്റെ പരാജയം മറച്ചുവെക്കാനും കള്ളക്കഥകൾ മെനയുകയാണ്. രാജ്യം വളരുകയാണ്, മോദി വിശ്വഗുരുവാണ് എന്ന് പറഞ്ഞ് ഇവിടുത്തെ ചാനലുകൾ വാനോളം പുകഴ്ത്തുമ്പോൾ ലോകം മുഴുവൻ കളിയാക്കി ചിരിക്കുകയാണ്. ഒരു സർവകലാശാലയിൽ പോയി പഠിച്ചിട്ടില്ലാത്ത, കൃത്യമായ വിദ്യാഭ്യാസ യോഗ്യത ചോദ്യം ചെയ്യപ്പെടുമ്പോൾ ഒളിച്ചോടുന്ന, അക്കാദമിക് രംഗത്തെ തകർച്ച കണ്ടില്ലെന്ന് അടിക്കുന്ന ഒരു പ്രധാനമന്ത്രിയുടെ പരാജയം ആഗോള മാധ്യമങ്ങൾ ലോകത്തിന് മുന്നിൽ തൊലിയുരിച്ച് കാണിച്ചു തന്നു. ഇന്ത്യൻ മാധ്യമങ്ങൾ വസ്തുതകൾ മറച്ചുവെച്ചാലും ലോകം അറിയുന്നുണ്ട്. ഈ നാട്ടിലെ ചെറുപ്പക്കാർക്ക് മോദിയുടെയും കൂട്ടരുടെയും യാഥാർത്ഥ്യം വ്യക്തമായി അറിയാം. ജനാധിപത്യത്തിൽ ഏകാധിപതികൾക്ക് ആയുസില്ലെന്നും അഹങ്കാരത്തിന്റെ കോട്ടകൾ താർക്കാൻ ജൻസി ചെറുപ്പക്കാരുടെ ഒറ്റക്കെട്ടായ പോരാട്ടത്തിന് സാധിക്കുമെന്നും CJP തെളിയിച്ചിരിക്കുന്നു. ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യാൻ മറക്കല്ലേ. നന്ദി, നമസ്കാരം.